മിസ്റ്റർ സതീശൻ താൽക്കാലികമായ സംഘടിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷത്തെ BJPയുമായിട്ടങ്ങ് സമീകരിച്ച് അവതരിപ്പിക്കുന്ന സമീപനം തുടങ്ങിയിട്ട് കുറേ കാലമായി. ഒരു കാര്യം ഞാൻ ഒരു സംശയത്തിനും ഇടയില്ലാതെ പറയുന്നു, ഇവിടെ എനിക്ക് തോന്നുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രതിനിധിയുണ്ടെന്നാണ്. അത് കഴിഞ്ഞാൽ ബാക്കി നമ്മളെല്ലാം പ്രാസ്ഥാനിക താല്പര്യത്തെയും ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രത്യയശാസ്ത്ര ലക്ഷ്യത്തെയും എതിർക്കുന്നവരാണ്. പ്രമോദ് രാമൻ ഇന്ത്യ ഒരു മതരാഷ്ട്രമാകണം, മുസ്ലിം രാഷ്ട്രമാകണം, ഹുക്കുമത്തെ ഇലാഹി വരണം എന്ന് ചിന്തിക്കുന്ന ഒരാളല്ല. നമ്മളെല്ലാം തന്നെ മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രമായി ഇത് നിലനിൽക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രത്യയശാസ്ത്ര ലക്ഷ്യത്തോട് നമുക്കെല്ലാം ശക്തമായ വിമർശനമുണ്ട്. നിജേഷ് അരവിന്ദൻ അതില്ലെങ്കിലും മഹാനായ ജവഹർലാൽ നെഹ്റുവിന് അതുണ്ടായിരുന്നു എന്നുള്ള കാര്യം ചരിത്രം പഠിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. കോൺഗ്രസ്സിന് അതുണ്ട്. പ്രാസ്ഥാനികമായ ഒരു ഗ്രൂപ്പിൻ്റെ, പ്രത്യേകിച്ച് മതാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ലക്ഷ്യത്തെ മറന്നുള്ള നിലപാടുകൾ എവിടെ എത്തിക്കും നമ്മുടെ രാജ്യത്തെ എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി. ഖാലിസ്ഥാൻ വാദത്തിൻ്റെ ആരംഭകാലത്ത് ഖാലിസ്ഥാൻ സംഘടനകളുമായി ബന്ധപ്പെട്ട് ഒരു തീവ്രവാദവും ആരോപിക്കപ്പെടാത്ത, അവരെവിടെയും ബോംബ് വെക്കാത്ത, അവിടെ എവിടെയും കലാപങ്ങൾ ഉണ്ടാക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് ഭിന്ദ്രൻവാലയെ ശ്രീമതി ഇന്ദിരാഗാന്ധി ഡൽഹിയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചു കൊണ്ടുവന്ന് വിരുന്നു കൊടുത്തത്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലക്ക് പ്രമോദ് രാമനെ പോലുള്ള ആളുകൾ ഓർമ്മിക്കുന്നുണ്ടാകും. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഈ ചരിത്രം പറയുന്നതിന്റെ ഉദ്ദേശം കോൺഗ്രസിനെ ആ വഴിക്ക് നിങ്ങൾ കൂട്ടിക്കെട്ടാൻ വേണ്ടിയാണെന്നറിയാം. പക്ഷേ ഇവിടെ എൻ്റെ ചോദ്യം മറ്റൊന്നുമല്ല, AK ബാലൻ പറഞ്ഞതിനെ CPM അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ്. കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം ചെയ്യുമെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന, അങ്ങനെ വന്നാൽ മാറാടുകൾ ആവർത്തിക്കുമെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന, അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? ഞാൻ അതിലേക്ക് വരാം. അപ്പൊ കുൽദീപ് നയ്യറോട് അന്ന് ഇന്ദിരാഗാന്ധി ഇതിന് മറുപടി പറയാൻ അനുവദിക്കണം പ്രമോദ് രാമൻ, ഇല്ലെങ്കിൽ ഞാൻ പോവാണ്. അല്ല, അങ്ങനെ ഒരു നിലപാട് എടുക്കല്ലേ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ? എനിക്ക് പറയാനുള്ളത് ചോദ്യത്തിന് മറുപടി ആകണം. ഇല്ല, ചോദ്യത്തിന് മറുപടി ആകണമെന്നേ ഉള്ളൂ. സംസാരിച്ച് പോകാൻ അവസരം കൊടുക്കല്ലേ? ഇല്ല, ചോദ്യത്തിന് മറുപടി ആകണമെന്ന് മാത്രമേ ഉള്ളൂ. താങ്കൾക്ക് സംസാരിക്കാം. മറുപടി പറയും. ഞാൻ മറുപടി പറയാതെ ഇവിടുന്ന് പോവില്ല. ഓക്കെ, വെരി ഗുഡ്. അന്ന് കുൽദീപ് നയ്യറോട് ശ്രീമതി കുൽദീപ് നയ്യർ ഈ ചോദ്യം ഉന്നയിച്ചു. ഒരു തിയോക്രാറ്റിക്കായ ഒരു രാഷ്ട്രത്തെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ആത്മീയ പരിവേഷമുള്ള നേതാവ് മാത്രമാണ് ഈ ഭിന്ദ്രൻവാല. ഇദ്ദേഹത്തിന് സാമൂഹ്യമായ ഒരു പ്രസക്തിയുമില്ല എന്ന് കുൽദീപ് നയ്യറെ പോലുള്ള ഒരാൾ ഇന്ദിരാഗാന്ധിയെ ഓർമ്മപ്പെടുത്തിയപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞ എന്താണ്? അദ്ദേഹം സ്വാത്വികനായ ഒരു സന്യാസി മാത്രമാണ്, അതിലപ്പുറത്തൊരു തീവ്രവാദവും അദ്ദേഹത്തിനില്ല. അതിൻ്റെ വില എന്തായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.